എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണെന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠന നിയമങ്ങളെക്കുറിച്ചിട്ടാണ്. നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള പഠന നിയമങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ബിഹേവിയറിസ്റ്റ് തിയറീസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബിഹേവിയറിസ്റ്റ് തിയറീസ് ഏതൊക്കെയാണ്? ഒന്ന് പാവ്ലോവ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. രണ്ടാമത് വരുന്നത് തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി അല്ലെങ്കിൽ ബോണ്ട് തിയറി. മൂന്നാമത് വരുന്നത് നമ്മുടെ സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ് ആണ് മൂന്നാമത്തെ തിയറി. ഇപ്പോൾ ബിഹേവിയറിസ്റ്റ് തിയറീസ് ഏതൊക്കെയാണ്? നമ്മുടെ പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, തോണ്ടൈക്കിൻ്റെ എറർ തിയറി, സ്കിന്നറിൻ്റെ ഓപ്പറൻറ്റ് കണ്ടീഷനിങ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് എഡ്വേർഡ് എൽ തോണ്ടൈക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറി, ശ്രമ പരാജയ സിദ്ധാന്തമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഏതാണ്? ട്രയൽ ആൻഡ് എറർ തിയറി, അതായത് ശ്രമ പരാജയ സിദ്ധാന്തമാണ് ഇത് ട്രയൽ ആൻഡ് എറർ തിയറി. ശ്രമ പരാജയ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ്? എഡ്വേർഡ് എൽ തോണ്ടൈക്കാണ്. ശ്രമ പരാജയ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ്? എഡ്വേർഡ് എൽ തോണ്ടൈക്കാണ് ശ്രമ പരാജയ സിദ്ധാന്തം രൂപീകരിച്ചത്. ട്രയൽ ആൻഡ് എറർ തിയറി, അതിൻ്റെ മലയാളമാണ് ശ്രമ പരാജയ സിദ്ധാന്തം രൂപീകരിച്ചത് ആരാണ്? എഡ്വേർഡ് എൽ തോണ്ടൈക്കാണ് ശ്രമ പരാജയ സിദ്ധാന്തം രൂപീകരിച്ചത്. സംബന്ധവാദം, ബന്ധന സിദ്ധാന്തം, SR ബോണ്ട് തിയറി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ശ്രമ പരാജയ സിദ്ധാന്തമാണ്. അപ്പോൾ അതിൻ്റെ പേരുകൾ പഠിച്ചിരിക്കണം. ഏതൊക്കെ പേരുകളിലാണ്? സംബന്ധവാദം, ബന്ധന സിദ്ധാന്തം, SR ബോണ്ട് തിയറി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ശ്രമ പരാജയ സിദ്ധാന്തമാണ്. സംബന്ധവാദം, ബന്ധന സിദ്ധാന്തം, SR ബോണ്ട് തിയറി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ശ്രമ പരാജയ സിദ്ധാന്തം. ആരാണ് രൂപീകരിച്ചത്? എഡ്വേർഡ് എൽ തോണ്ടൈക്കാണ്. ഇത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് എഡ്വേർഡ് എൽ തോണ്ടൈക്ക് പറയുന്നത്. ട്രയൽ ആൻഡ് എറർ തിയറിയിൽ, അതായത് ശ്രമ പരാജയ സിദ്ധാന്തത്തിൽ എഡ്വേർഡ് എൽ തോണ്ടൈക്ക് എന്താണ് പറയുന്നത്? ചോദകവും പ്രതികരണവും തമ്മിലുള്ള, അതായത് സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള സംയോഗമാണ് പഠനത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് തോണ്ടൈക്ക് അഭിപ്രായപ്പെടുന്നത്. അതായത് പഠനം എന്നത് ഒരു യാന്ത്രിക പ്രക്രിയയാണെന്നും പഠിതാവ് വരുത്തുന്ന തെറ്റുകൾ പഠിതാവ് തന്നെ തിരുത്തിയാണ് പഠനം നടത്തുന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. എന്താണ്? പഠനം ഒരു യാന്ത്രിക പ്രക്രിയയാണെന്നും പഠിതാവ് വരുത്തുന്ന തെറ്റുകൾ പഠിതാവ് തന്നെ തിരുത്തിയാണ് പഠനം നടത്തുന്നതെന്നാണ് തോണ്ടൈക്ക് അഭിപ്രായപ്പെടുന്നത്. അതായത് ശ്രമ പരാജയ സിദ്ധാന്തം ഒരു പഠന സിദ്ധാന്തമാണ്. അതായത് എങ്ങനെയാണ് പഠനം നടക്കുന്നതെന്ന് പല സൈക്കോളജിസ്റ്റും പല രീതിയിൽ അവരുടേതായ രീതിയിൽ നിർവചിച്ചിട്ടുണ്ട്. ഇവിടെ എഡ്വേർഡ് എൽ തോണ്ടൈക്ക് അദ്ദേഹത്തിൻ്റേതായ രീതിയിലാണ് നമുക്ക് വിവരിച്ചു തരുന്നത് ശ്രമ പരാജയ സിദ്ധാന്തം. ഒരു പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഇത് പ്രൂവ് ചെയ്യുന്നത്. പ്രശ്നപേടകത്തിലെ പൂച്ച എന്ന പ്രസിദ്ധമായ ഒരു മനഃശാസ്ത്ര പരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം ഈ സിദ്ധാന്തം തെളിയിച്ചത്. പൂച്ചയെ വെച്ചിട്ടാണ് അദ്ദേഹം നമുക്കിത് പ്രൂവ് ചെയ്ത് തരുന്നത്. ഇവിടെ വിശന്ന് വലഞ്ഞിട്ടുള്ള ഒരു പൂച്ചേനെ ഒരു ബോക്സിലിടുകയാണ്. ബോക്സിൻ്റെ ഒരു സൈഡ് ട്രാൻസ്പെറൻ്റ് ആണ്. ബോക്സിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ ബോക്സ് ഒരു ലിവർ സെറ്റപ്പ് ബോക്സാണ്. ആ ലിവർ ചവിട്ടിക്കഴിഞ്ഞാൽ ആ ബോക്സിൻ്റെ ഡോറ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ബോക്സിൻ്റെ പുറത്താണെങ്കിൽ പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡും വെച്ചിട്ടുണ്ട്. പൂച്ചയ്ക്ക് പുറത്ത് വരാൻ പറ്റുന്നില്ല. പൂച്ച ഒരുപാട് പരാക്രമം കാണിക്കുകയാണ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ നമ്മൾ പൂച്ചയെ ഇവിടെ ഒബ്സർവ് ചെയ്യാണ്. അങ്ങനെ ഒരുപാട് പരാക്രമം കാണിച്ചിട്ട് അവസാനം എങ്ങനെയോ എപ്പോഴും അബദ്ധവശാൽ ലിവർ ചവിട്ടി ഡോറ് ഓപ്പണായി പൂച്ച പുറത്ത് വന്നിട്ട് ആ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഈ ഒരു പ്രക്രിയ തുടരുകയാണ്. അടുത്ത ദിവസം ഇതുപോലെ വീണ്ടും വിശന്ന ആ പൂച്ചേനെ വീണ്ടും ബോക്സിലിടുകയാണ്. ബോക്സിൻ്റെ പുറത്ത് പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വയ്ക്കുന്നു. പൂച്ച ബോക്സിൻ്റെ അകത്ത് കടന്ന് പരാക്രമം കാണിക്കുന്നു. അങ്ങനെ ലിവർ വീണ്ടും അറിയാതെ ചവിട്ടുന്നു. പുറത്ത് ചാടി പൂച്ച ആ ഫുഡ് കഴിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം ഇത് ആവർത്തിക്കുമ്പോൾ ആ ഡോറ് തുറക്കാനെടുക്കുന്ന സമയം കുറഞ്ഞു വരികയാണ്. അതായത് ആദ്യം എടുത്ത അത്രയും സമയം പിന്നെ വരുന്നില്ല. അതായത് പൂച്ചയ്ക്ക് ആ ടെക്നിക്ക് മനസ്സിലായി.
ആ ലിവർ ചവിട്ടിയാൽ ആ ഡോറ് തുറക്കും എന്നുള്ളത് ആ ഒരു ഇത് മനസ്സിലായി പൂച്ചയ്ക്ക്. അങ്ങനെ ഒരുപാട് ശ്രമപരാജയങ്ങൾ നടക്കുന്നു. അങ്ങനെ അതിലൂടെ ശരിയായ പഠനം നടക്കുകയാണ്. ഇങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെയാണ് നമ്മുടെ തോണ്ടയ്ക്ക് നമുക്കിത് തെളിയിച്ചു തരുന്നത്. അതായത് ട്രയൽ ആൻഡ് എറർ തിയറി, ശ്രമ പരാജയ സിദ്ധാന്തം നമുക്ക് തെളിയിച്ചു തരുന്നത്. അങ്ങനെ പൂച്ചയെ കൊണ്ട് എക്സ്പെരിമെൻ്റ് നടത്തിയ ശേഷം തോണ്ടയ്ക്ക് ലേണിംഗ് എന്താണെന്ന് പറയുകയാണ്. അതായത് ലേണിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കലാണ്. അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ആ ഒരു SR കണക്ഷൻ, സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നതിനെ സംബന്ധിക്കുന്ന കുറച്ച് നിയമങ്ങൾ തോണ്ടയ്ക്ക് പറയുന്നുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ള പഠന നിയമങ്ങൾ. അതായത് തോണ്ടയ്ക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ. തോണ്ടയ്ക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ലോ ഓഫ് റെഡിനെസ്. ഏതൊക്കെയാണ്? ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ സന്നദ്ധതാ നിയമം. ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം. ലോ ഓഫ് എക്സസൈസ്, ആവർത്തന നിയമം, അഭ്യാസ നിയമം എന്നും പറയാം. ലോ ഓഫ് ഇഫക്റ്റ്, അതായത് ഫല നിയമം, പരിണാമ നിയമം. ഏതൊക്കെയാണ്? ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്. അതായത് സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം, ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം. ഏതൊക്കെയാണ്? തോണ്ടയ്ക്കിൻ്റെ പ്രാഥമിക പഠന നിയമങ്ങൾ. ആ പേര് നന്നായി പഠിക്കുക. സന്നദ്ധതാ നിയമം, സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം, ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം, ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം, ഫല നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം. അപ്പോൾ ഇത് ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. ഈ മൂന്നെണ്ണത്തിന്, അതായത് ഈ ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമത്തിനെയും ആവർത്തന നിയമത്തിനെയും ഫല നിയമത്തിനെയും പറയുന്നത് തോണ്ടയ്ക്കിൻ്റെ പഠന നിയമത്രയങ്ങളാണ്. പഠന നിയമത്രയങ്ങളാണ് സന്നദ്ധതാ നിയമം, ആവർത്തന നിയമം, ഫല നിയമം. അപ്പോൾ നമുക്കിനി സന്നദ്ധതാ നിയമം എന്താ നോക്കാം. സന്നദ്ധതാ നിയമം. ഓക്കെ, അതായത് ഏതൊരു പ്രവർത്തനത്തിനും സന്നദ്ധത ആവശ്യമാണ്. ഏതൊരു പ്രവർത്തനത്തിനും സന്നദ്ധത ആവശ്യമാണ്. ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് സംതൃപ്തിജനകമായിട്ടായിരിക്കും. സന്നദ്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്നതും സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നതും അസ്വാസ്ഥ്യജനകമായിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും എന്ത് വേണം? റെഡിനെസ്, അല്ലേ? ആ ഒരു സന്നദ്ധത ആവശ്യമാണ്. ഒരാൾ സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരിക്കും? സംതൃപ്തിജനകമായിരിക്കും. സന്നദ്ധത ഇല്ലാതെ പ്രവർത്തിക്കുന്നതും സന്നദ്ധനായിരിക്കുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുന്നതും എങ്ങനെയായിരിക്കും? അസ്വാസ്ഥ്യജനകമായിരിക്കും. If the child is ready to learn, he learns more quickly, effectively and with greater satisfaction than when he is not ready to learn. Okay. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ലോ ഓഫ് എക്സസൈസ് ആണ്. അതായത് ആവർത്തന നിയമം അല്ലെങ്കിൽ അഭ്യാസ നിയമം. ആവർത്തന നിയമം അതുപോലെ അല്ലെങ്കിൽ അഭ്യാസ നിയമം. ഇവിടെ എന്താണ് പറയണത്? ഒരു സന്ദർഭവും അതിനോടുള്ള പ്രതികരണവും ആവർത്തിക്കും തോറും സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം ദൃഢമാകുന്നു. അതായത് അഭ്യാസം കൊണ്ട് നൈപുണികൾ വികസിക്കുകയും അഭ്യസിക്കാതിരുന്നാൽ ക്ഷയിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു മാത്സ് ആണെങ്കിൽ നമ്മൾ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? ആ ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവും. അതായത് നമ്മൾ സ്ഥിരമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നൈപുണികൾ വികസിക്കും. അഭ്യസിക്കാതിരുന്നാൽ എന്തുണ്ടാവുക? അത് ക്ഷയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഈ അഭ്യാസ നിയമത്തെ അല്ലെങ്കിൽ ആവർത്തന നിയമത്തെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. പ്രയോഗ നിയമവും പ്രയോഗരാഹിത്യ നിയമവും. പ്രയോഗ നിയമവും പ്രയോഗരാഹിത്യ നിയമവും. അതായത് ഇതിന് രണ്ട് സബ് പാർട്സ് ആണ്, ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും. പ്രയോഗ നിയമവും പ്രയോഗരാഹിത്യ നിയമവും. ലോ ഓഫ് എക്സസൈസിൻ്റെ രണ്ട് ഭാഗങ്ങളാണ്, രണ്ട് സബ് പാർട്സ് ആണ്, പ്രയോഗ നിയമവും പ്രയോഗരാഹിത്യ നിയമവും. എന്താണ് പ്രയോഗ നിയമം? അതായത് പ്രയോഗ നിയമം എന്ന് പറഞ്ഞാൽ പരിശീലനം കൊണ്ട് ബന്ധത്തിനുണ്ടാകുന്ന ആ ശക്തിയാണ് എന്ത്? പ്രയോഗ നിയമം. പരിശീലനം കൊണ്ട് ആ ബന്ധത്തിനുണ്ടാകുന്ന ആ ഒരു ശക്തിയാണ് എന്ത്? പ്രയോഗ നിയമം എന്ന് പറയുന്നത്. അതായത് പ്രാക്ടീസിലൂടെ ആ ഒരു കണക്ഷൻ അവിടെ സ്ട്രെങ്തൻ ആവുകയാണ്.
നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൂടി അതിൻ്റെ ആ ഒരു കണക്ഷൻ അവിടെ സ്ട്രെങ്തനിങ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ എന്താണ് പ്രയോഗരാഹിത്യ നിയമം? അതായത് പ്രയോഗരാഹിത്യ നിയമം പറഞ്ഞാൽ അഭ്യാസത്തിൻ്റെ ആ ഒരു പ്രാക്ടീസിൻ്റെ അഭാവത്തിൽ ആ ഒരു ബന്ധത്തിനുണ്ടാകുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടാകുന്ന ശക്തി കുറവാണ് ഇവിടെ പറയുന്നത്. ശക്തി കുറവാണ് ഇത് പ്രയോഗരാഹിത്യ നിയമം അല്ലേ. അതായത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അല്ലേ. നമ്മളെ പെർഫെക്റ്റ് ആക്കുന്നത് എന്താണ്? പ്രാക്ടീസ്. നമ്മുടെ മൂന്നാമത്തെ നിയമമാണ് ഫലനിയമം അല്ലെങ്കിൽ പരിണാമ നിയമം. ഫലനിയമം അല്ലെങ്കിൽ പരിണാമ നിയമം, അതായത് ലോ ഓഫ് ഇഫക്റ്റ്. ഇവിടെ എന്താണ് പറയുന്നത്? ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം തൃപ്തികരവും സന്തോഷദായകവുമായിരുന്നാൽ വീണ്ടും പ്രവർത്തനത്തിലേർപ്പെടാൻ അത് വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു. അതായത് നമ്മൾ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം എങ്ങനെ തൃപ്തികരവും സന്തോഷദായകവുമായിരുന്നാൽ വീണ്ടും പ്രവർത്തനത്തിലേർപ്പെടാൻ അത് വ്യക്തിയെ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ ഒരാൾ ഒരു വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു മാത്സ് പ്രോബ്ലം ചെയ്തു, നമ്മൾ അയാൾക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കുക, അതായത് ഒന്ന് തട്ടുക അല്ലെങ്കിൽ ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലൊരു മോട്ടിവേഷനായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതും കുറയുന്നതും അവയുടെ അനന്തരഫലങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ടീച്ചർ നല്ല ഒരു പ്ലീസിങ് എൻവയോൺമെൻറ്റ് ക്ലാസ് റൂമിൽ ക്രിയേറ്റ് ചെയ്യണം. ഹി ഷുഡ് ബി സിമ്പത്തറ്റിക്. ഹി ഹിംസെൽഫ് ഷുഡ് എൻജോയ് ഹിസ് വർക്ക്. അതുപോലെ ലേണിംഗ് മെറ്റീരിയൽ ഷുഡ് ബി പ്രസൻറ്റഡ് ഇൻ ആൻ ഇൻട്രസ്റ്റിംഗ് വേ ഇൻക്ലൂഡിംഗ് ദ യൂസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ഇനി ഈ ഭാഗത്ത് വരുന്ന കുറച്ച് PYQs ആണ്. വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. തോണ്ടൈക്കിൻ്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത്? ഏതാണ്? പരിണാമ നിയമം അല്ലെങ്കിൽ ഫലനിയമം. പരിണാമ നിയമം അല്ലെങ്കിൽ ഫലനിയമം. വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. തോണ്ടൈക്കിൻ്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത്? ഏതാണ്? പരിണാമ നിയമം. നെക്സ്റ്റ്, തോണ്ടൈക്കിൻ്റെ സിദ്ധാന്തങ്ങളിൽ ഉൾപ്പെടാത്തത്. തോണ്ടൈക്കിൻ്റെ സിദ്ധാന്തങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഓപ്ഷൻസ്: ഫലനിയമം, സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം, പരിശീലന നിയമം, പൂർത്തീകരണ നിയമം. അപ്പോൾ അതിൽ ഫലനിയമമുണ്ട്, സന്നദ്ധതാ നിയമമുണ്ട്, അഭ്യാസ നിയമമുണ്ട് അല്ലെങ്കിൽ പരിശീലന നിയമമുണ്ട്. ഇല്ലാത്തത് ഏതാണ്? പൂർത്തീകരണ നിയമം. അപ്പോൾ ഇല്ലാത്തത് പൂർത്തീകരണ നിയമം. നെക്സ്റ്റ്, ശ്രമപരാജയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട 3 നിയമങ്ങൾ ഏതൊക്കെയാണ്? സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. സന്നദ്ധതാ നിയമം, ഫലനിയമം, അഭ്യാസ നിയമം. നെക്സ്റ്റ്, ഒരു കായിക നൈപുണി ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തം ഏതാണ്? ശ്രമപരാജയ പഠന സിദ്ധാന്തം. ഒരു കായിക നൈപുണി ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തമാണ് ശ്രമപരാജയ പഠന സിദ്ധാന്തം. നെക്സ്റ്റ്, ശ്രമപരാജയ പഠന സിദ്ധാന്തത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഓപ്ഷൻസ്: പഠനം ആകസ്മികമായി സംഭവിക്കുന്നതാണ്. ധാരാളം പ്രതികരണങ്ങളിൽ നിന്ന് ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് ഒടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ: വ്യക്തി അല്ലെങ്കിൽ ജീവി വിജയത്തിലെത്തുന്ന സംവിധാനമാണ്. ഓപ്ഷൻസ് ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അപ്പോൾ ഇതിൽ ഏതാണ് ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? എന്താണ്? ഓപ്ഷൻസ് ബി നോക്കൂ. ധാരാളം പ്രതികരണങ്ങളിൽ നിന്ന് ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കൊടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. ഇതാണ് കറക്റ്റ് ആൻസർ അല്ലേ. ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്താണ്? ധാരാളം പ്രതികരണങ്ങളിൽ നിന്ന് ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്കൊടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു. നെക്സ്റ്റ്, പഠനത്തിന് ശ്രമപരാജയ സിദ്ധാന്തം കൊണ്ടുവന്ന മനഃശാസ്ത്രജ്ഞൻ ആരാണ്? E.L. തോണ്ടൈക്കാണ് അല്ലേ. E.L. തോണ്ടൈക്കാണ് പഠനത്തിന് ശ്രമപരാജയ സിദ്ധാന്തം കൊണ്ടുവന്നത്. അദ്ദേഹം ആധുനിക വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പിതാവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.